നമസ്കാരം. പ്രധാന വാർത്തകൾ. സമൃദ്ധിയുടെ ഉത്സവകാലത്തിന് തുടക്കമിട്ട് പൊൻചിങ്ങപ്പിറവി. മലയാളി ഉണർന്നത് പുതുവർഷ പുലരിയിലേക്ക്. മലയാള മാസ കലണ്ടറിൽ ഇത് പുതിയ നൂറ്റാണ്ടിന്റെ ആരംഭം. ചിങ്ങം 1 കർഷക ദിനമായി ആചരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ കർഷകർക്ക് ആദരം. ഇനി ഓണത്തിനായുള്ള ഒരുക്കത്തിന്റെ നാളുകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ കർഷക ദിനം വഞ്ചനാ ദിനമായി ആചരിച്ച വിവിധ കർഷക സംഘടനകൾ. പാലക്കാട് സപ്ലൈകോ ആസ്ഥാനത്തേക്ക് ദേശീയ കർഷക സമാജത്തിന്റെ പ്രതിഷേധ മാർച്ച്. കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണം ഇന്നും പാലക്കാടിന് അന്യമെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP. കർഷകരുടെ പ്രശ്നം കേൾക്കാത്ത ജനപ്രതിനിധികളുമായി സഹകരിക്കില്ലെന്ന് കർഷകർ ഒറ്റക്കെട്ടായി തീരുമാനിക്കണമെന്നും MP. ഇടതുപക്ഷം കർഷകരിൽ നിന്ന് ഏറെ അകന്നുകഴിഞ്ഞെന്ന് നടൻ കൃഷ്ണപ്രസാദ്. കർഷക സംരക്ഷണ സമിതിയുടെ റിലേ സത്യാഗ്രഹ സമരം തുടങ്ങി. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 മരണം. എരുമപ്പെട്ടി, വെള്ളറക്കാട് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കൂനത്തറയിൽ വാഹനാപകടത്തിൽ തൃക്കടിരി കീഴൂർ സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. അപകടം ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച്. തൃശൂർ കാഞ്ഞാണിയിൽ ബൈക്കും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചലച്ചിത്ര സംവിധായകൻ മേജർ രവിക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത് ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ച് 12 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ. പോലീസ് കേസെടുത്തത് കോടതി നിർദ്ദേശപ്രകാരം. തൃശൂരിൽ പീഡന കേസിൽ SFI മുൻ നേതാവ് അറസ്റ്റിൽ. ജീവൻ സംരക്ഷിക്കുന്നവരുടെ ജീവനെടുക്കുന്ന ക്രൂരത അവസാനിപ്പിച്ചില്ലെങ്കിൽ രാജ്യത്തെ ആരോഗ്യ സേവന മേഖല സ്തംഭിക്കുമെന്ന് IMA മുൻ പ്രസിഡന്റ് ഡോക്ടർ CK ചന്ദ്രശേഖരൻ. പ്രാകൃതമായ രീതിയിലാണ് ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നതെന്നും ഡോക്ടർ ചന്ദ്രശേഖരൻ. ആരോഗ്യ പ്രവർത്തകർക്കു നേരെയുള്ള ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് പാലക്കാട്ട് കളക്ടറേറ്റിലേക്ക് IMA മാർച്ച്. സംസ്കൃത ഭാഷയെ ഇല്ലാതാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് BJP സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ്. സംസ്കൃത ഭാഷയെയും അധ്യാപകരെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ KSTF ധർണ. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി ദേശീയ അധ്യാപക യൂണിയനും. വയനാട് ദുരന്തത്തിന്റെ പേരിൽ ജീവനക്കാരുടെ വേതനം നിർബന്ധിതമായി പിടിച്ചുവാങ്ങാൻ സർക്കാർ മുതിർന്നാൽ കോടതിയെ സമീപിക്കുമെന്ന് നേതാക്കൾ. മണ്ണൂരിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. കോഴിച്ചുണ്ട റോഡിൽ കനാൽ പാലത്തിനു സമീപം കഴിഞ്ഞ രാത്രി പുലിയെ കണ്ടെന്ന് യാത്രക്കാരൻ. ജനവാസ മേഖലയിൽ പുലിയെ കണ്ടെന്ന വാർത്ത പ്രചരിച്ചതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിൽ. വാർത്തകൾ വിശദമായി. സമൃദ്ധിയുടെ ഉത്സവകാലത്തിന് തുടക്കമിട്ട് ചിങ്ങം പിറന്നു. മലയാളിയുടെ പുതുവർഷ പിറവിയാണ് ചിങ്ങം. മലയാള മാസ കലണ്ടറിൽ 13ാം നൂറ്റാണ്ടിന് തുടക്കമാകുന്ന ദിനമെന്ന സവിശേഷതയും ഇത്തവണ ചിങ്ങം 1-നുണ്ട്. സമൃദ്ധമായ കാർഷിക പാരമ്പര്യത്തിന്റെ സ്മരണയിൽ ചിങ്ങം 1 കർഷക ദിനമായും ആചരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിൽ കൃഷി ഭവനുകളുടെ നേതൃത്വത്തിൽ ചിങ്ങപ്പുലരിയിൽ കർഷകർക്ക് ആദരമൊരുക്കി. ചിങ്ങം പിറന്നതോടെ ഓണത്തിന്റെ നിറമുള്ള ദിനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മലയാളികൾ. ഷൊർണൂരിൽ കർഷക ദിനം വിപുലമായി ആചരിച്ചു. കൃഷിഭവൻ ഹാളിൽ നടന്ന കർഷക ദിനാചരണ പരിപാടികൾ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുത്ത കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഷൊർണൂർ നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൃഷിഭവൻ ഹാളിലാണ് കർഷക ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ച്, മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഇന്ന് ഞങ്ങൾ വേറൊരു നല്ലൊരു ഉദ്യമത്തിന് കൂടി നമ്മുടെ നഗരസഭയിൽ തുടക്കമിടുകയാണ്. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ MCF RRF സെൻറ്റർ അതൊരു ബ്യൂട്ടിഫിക്കേഷനൊക്കെ നടത്തി വളരെ ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു 1 ഡേ ശില്പശാല ഇന്ന് നടക്കുകയാണ്. 10 മണിക്കാണ്. അപ്പോൾ അതിനകത്ത് ജോയിൻറ്റ് ഡയറക്ടറും അതുപോലെ തന്നെ കിലയിൽ നിന്നുള്ള അർബൻ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു ശില്പശാലയാണ്. ഷൊർണൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ കൃഷിഭവൻ ഫീൽഡ് ഓഫീസർ P. സിന്ധു സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, K. കൃഷ്ണകുമാർ, KM ലക്ഷ്മണൻ, ഫാത്തിമത്ത് ഫർസാന, P. ജിഷ, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ഷൊർണൂർ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ NG വ്യാസ്, കൗൺസിലർ ഹസീന അഷ്റഫ്, CDS ചെയർപേഴ്സൺ VC സിന്ധു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് T. കുമാരൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൃഷിഭവന്റെ കീഴിലുള്ള പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിൽ
ഓർച്ചാർഡിന്റെ സമഗ്ര വികസനത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA. 5 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നും MLA വ്യക്തമാക്കി. പട്ടാമ്പി നഗരസഭയിൽ കർഷക ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ തലമുറയ്ക്ക് കൃഷിയെക്കുറിച്ച് പഠിക്കുന്നതിനും കർഷകർക്ക് ഗുണം ലഭിക്കുന്നതിനും ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിനും കൂടി വേണ്ടിയാണ് സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെക്കുന്നതെന്നും തുടർന്ന് സംസാരിക്കവേ MLA പറഞ്ഞു. കൃഷി വകുപ്പ് ഡയറക്ടറെ താൻ നേരിൽ കണ്ട് സംസാരിച്ചു. പ്രൊജക്ട് തയ്യാറാകുന്നത് അവസാന ഘട്ടത്തിലാണെന്നും ഈ വർഷം തന്നെ പദ്ധതി ആരംഭിക്കുമെന്നും MLA പറഞ്ഞു. സെൻട്രൽ ഓർച്ചാർഡിൽ മറ്റൊരു വലിയ പ്രൊജക്ട് നടപ്പാക്കുന്നതിന് വേണ്ടി പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെന്നും MLA സൂചിപ്പിച്ചു. ഈ വർഷം സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കർഷകർക്ക് ഗുണം കിട്ടുന്നത് പോലെ പുതിയ തലമുറക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ കൃഷിയെക്കുറിച്ച് പഠിക്കാൻ കഴിയുന്നത് പോലെ ഫാം ടൂറിസത്തിന്റെ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് ആളുകൾക്ക് ചെന്നാൽ ഇരിക്കാൻ കഴിയുന്ന ഒരു ഇടം എന്നുള്ള നിലക്ക് കൂടി അതിനെ നവീകരിക്കുന്ന തരത്തിലേക്ക് സെൻട്രൽ ഓർച്ചാർഡിനെ മാറ്റിയെടുക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിന്റെ ഡയറക്ടറെ ഞാൻ കണ്ടിരുന്നു, ഡോക്ടർ അദീല അബ്ദുള്ള. അവരുമായി ഈ വിഷയം സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഡയറക്ടർമാർ KLDCയുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് ഏകദേശം ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അതിൻ്റെ അവസാന ഘട്ടത്തിലാണുള്ളത്. ആ പ്രോജക്റ്റ് എത്രയും വേഗം ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ കൃഷിയിൽ താല്പര്യം തോന്നുന്ന രീതിയിലേക്കാണ്. മാത്രമല്ല മറ്റൊരു പദ്ധതിക്ക് വേണ്ടി ഒരു വലിയ പദ്ധതി 10-25 കോടിയുള്ള വേറൊരു പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ കൂടി കൊടുത്തിട്ടുണ്ട്. പട്ടാമ്പി നഗരസഭയിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക ദിനാചരണത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. തെരഞ്ഞെടുക്കപ്പെട്ട 12 കർഷകരെ ചടങ്ങിൽ വൈസ് ചെയർമാൻ PP ഷാജി ആദരിച്ചു. P. വിജയകുമാർ, K. രാജൻ, കവിത, KR നാരായണസ്വാമി, സുരേഷ്, ശ്രീനിവാസൻ, NP വിനയകുമാർ, ഡോക്ടർ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി ഓഫീസർ സൂര്യ സ്വാഗതവും പാടശേഖര സമിതി പ്രതിനിധി മുഹമ്മദ് കുട്ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. തൃശൂർ ചിറക്കൽ കോട്ടം ഭാഗത്ത് വീട്ടിൽ നിന്ന് 20 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കിടങ്ങാശ്ശേരി മൊയ്തീൻ ഷായുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട്ടുകാർ പുറത്തുപോയ തക്കം നോക്കി വെള്ളിയാഴ്ച രാവിലെ 9:30-ക്കും രാത്രി 10:30-ക്കും ഇടയിലാണ് കവർച്ച നടത്തിയിരിക്കുന്നത്. മുകൾ നിലയിലെ വാതിൽ കുത്തി തുറന്ന നിലയിലാണ്. താഴത്തെ നിലയിലെ മുറിയിൽ അലമാറയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത്. മുറിയും അലമാറയും പൂട്ടിയിരുന്നില്ല. ചേർപ്പ് പോലീസ് അന്വേഷണം തുടങ്ങി. എരുമപ്പെട്ടിയിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. എരുമപ്പെട്ടി വെള്ളറക്കാട് മത്തൂർ പാടത്തിനു സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന മരത്തംകോട് സ്വദേശി 50 വയസ്സുള്ള ആനന്ദൻ, സഹോദരന്റെ മകൻ 21 വയസ്സുള്ള പ്രവീൺ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വെള്ളിയാഴ്ച രാത്രി 10:10 വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപമാണ് അപകടമുണ്ടായത്. സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന പ്രവീണിന്റെ സഹോദരൻ പ്രണവിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. രണ്ടാമത്തെ ബൈക്ക് യാത്രക്കാരനായ എരുമപ്പെട്ടി സ്വദേശി യഹിയയ്ക്കും ഇയാളോടൊപ്പമുണ്ടായിരുന്ന മറ്റൊരാൾക്കും അപകടത്തിൽ പരിക്കേറ്റു. എരുമപ്പെട്ടി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ആനന്ദനും പ്രവീണും പ്രണവും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും കുന്നംകുളത്ത് നിന്ന് വരികയായിരുന്ന യഹിയയും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. അപകടം നടന്ന ഉടൻ തന്നെ ഇവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അല്പസമയത്തിനകം ആനന്ദൻ മരിച്ചു. പ്രവീണിനെ വിദഗ്ധ ചികിത്സയ്ക്കായി അകമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. മറ്റുള്ളവർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ്. എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകരും വെള്ളറക്കാട് യൂത്ത് വോയ്സ് ആംബുലൻസ് പ്രവർത്തകരും പന്നിത്തടം അൽ അമീൻ ആശുപത്രി ആംബുലൻസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മരിച്ച പ്രവീൺ വിദേശത്താണ് ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് അവധിയിൽ നാട്ടിലെത്തിയത്. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് കുളപ്പള്ളി പാതയിലെ കൂനത്തറയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. തൃക്കടിരി കീഴൂർ സ്വദേശി 30 വയസ്സുള്ള അഫ്സലാണ് മരിച്ചത്. ആശാദീപം വളവിൽ രാവിലെ 7:30-യോടെ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അഫ്സൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. ഷൊർണൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. നായ കുറുകെ ചാടി അപകടം. ഇരുചക്രവാഹനം മറിഞ്ഞ് പരിക്കേറ്റയാൾ മരിച്ചു. പിരായിരി മേപ്പറമ്പ് പേഴുങ്കര വടക്കേപ്പറമ്പിൽ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ 63 വയസ്സുള്ള AP കുഞ്ഞുമോനാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച ഭാര്യയ്ക്കൊപ്പം ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യവേ ചെർപ്പളശ്ശേരിക്ക് സമീപത്തു വെച്ചാണ് നായ കുറുകെച്ചാടി വാഹനം മറിഞ്ഞ്
കുഞ്ഞുമോന് ഗുരുതര പരിക്കേറ്റത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഭാര്യ ഖദീജ, മക്കൾ സുമയ, ഫസീല, സബ്ന. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ കാഞ്ഞാണിയിൽ ബൈക്കും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. അന്തിക്കാട് സ്വദേശി പള്ളത്ത് വീട്ടിൽ 38 വയസ്സുള്ള രവിയാണ് മരിച്ചത്. കാഞ്ഞാണി സെൻട്രലിൽ നിന്ന് അല്പം മാറി അന്തിക്കാട് റോഡിൽ കപ്പേളയ്ക്ക് സമീപം ഇന്ന് രാവിലെയായിരുന്നു അപകടം. തൃശൂർ തൃപ്രയാർ റൂട്ടിലോടുന്ന ബസ്സുമായാണ് ബൈക്ക് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റ രവിയെ കാഞ്ഞാണിയിലെ ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്തിക്കാട് സ്വദേശിയാണ് മരിച്ച രവി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് കുളപ്പള്ളി പാതയിൽ കല്ലിപ്പാടം കാർമൽ സ്കൂളിന് സമീപം മിനി ലോറി നിയന്ത്രണം തെറ്റി മറിഞ്ഞു. ആളപായമില്ല. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ശക്തമായ മഴയെ തുടർന്ന് ടയർ തെന്നി വാഹനം നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു. കാർമൽ സ്കൂളിന് സമീപം രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. സ്കൂളിന് മുന്നിൽ മറിഞ്ഞ വാഹനം 20 മീറ്ററോളം മുന്നിലേക്ക് നിരങ്ങി നീങ്ങി. അപകടത്തിൽ ആളപായമില്ല. ഷൊർണൂർ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ക്രെയിൻ എത്തിച്ചാണ് വാഹനം നിവർത്തിയത്. ഷൊർണൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വണ്ടിയിലെ പെട്രോളും ഓയിലും പാതയിലൂടെ ഒലിച്ചത് ഫയർഫോഴ്സ് വൃത്തിയാക്കി. ഇതേ തുടർന്നാണ് ഗതാഗതം സാധാരണ നിലയിലായത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണം ഇന്നും പാലക്കാട് ജില്ലയ്ക്ക് അന്യമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ പാലക്കാട് സപ്ലൈകോ ആസ്ഥാനത്തേക്ക് ദേശീയ കർഷക സമാജം വഞ്ചനാ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി. കാർഷിക മേഖലയിൽ നവീകരണത്തിന്റെ ഭാഗമായി ശാസ്ത്രീയ പഠനങ്ങളും മറ്റും ഏറെ നടന്നിട്ടുണ്ടെങ്കിലും ഇവ ഭാഗികമായി നടപ്പാക്കുകയോ നടപ്പാക്കാതിരിക്കുകയോ ചെയ്യുന്ന ഏക ജില്ല പാലക്കാട് മാത്രമാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ചൂണ്ടിക്കാട്ടി. കർഷകർക്കു വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലാത്തതാണ് പ്രശ്നം. കർഷകർ സംഘടിതരായി ഒന്നിക്കാത്തതും അവഗണനയ്ക്ക് കാരണമാണ്. കാർഷിക പ്രശ്നങ്ങളോട് കൃത്യമായി പ്രതികരിക്കാത്ത ഒരു ജനപ്രതിനിധിയോടും സഹകരിക്കില്ല എന്ന് കർഷകർ തീരുമാനിച്ചാൽ സ്ഥിതിയിൽ മാറ്റമുണ്ടാകുമെന്നും എം പി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്ന് ആത്മാർത്ഥതയുണ്ടോ? ഈ രാജ്യത്തെ പട്ടിണി മാറ്റണമെന്ന് ആത്മാർത്ഥതയുണ്ടോ? കർഷകനെ സംരക്ഷിക്കണം. ഗരീബി ഘട്ടാവോ എന്നുള്ള മുദ്രാവാക്യം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ രാജ്യത്ത് ഹരിത വിപ്ലവവും ധവള വിപ്ലവവും നടപ്പിലാക്കിയപ്പോൾ ഇനി ലോകമുള്ള നാൾ വരെ നാട്ടിൽ ആരും പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന് നമ്മളൊക്കെ വിശ്വസിച്ചു. ഇപ്പൊ ആ പ്രതാപകാലത്തു നിന്നും കൊഴിഞ്ഞു പോക്കാണിപ്പോ. കർഷകരാരാ വീണ്ടും വീണ്ടും കൃഷി ചെയ്യാൻ ആര് തയ്യാറാവും? കർഷകരുടെ അടുത്ത തലമുറ ആരാണ് കൃഷി ഇടങ്ങളിലേക്ക് വരുന്നത്? ഒരാൾക്കും താല്പര്യമില്ലാത്തൊരു മേഖലയായി രാജ്യത്തെ 70% വരുന്ന പാവപ്പെട്ട ആളുകൾ ജോലി ചെയ്യുന്ന ഈ മേഖല തകർന്ന് തരിപ്പണമാകുകയാണ്. അവിടെ ഊറിച്ചിരിക്കുന്നവരുണ്ട്. ഈ നടുക്കിൽ നിൽക്കുന്ന ആളാണ് കൂടുതൽ. അദ്ദേഹം ക്ഷീണിച്ചിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഊറിച്ചിരിക്കുന്നത്. ഇരിക്കുന്ന ആളല്ല, പുറത്ത് വെച്ചിരിക്കുന്ന പേരാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകാർ ചിരിക്കുകയാണ്. ചടങ്ങിൽ പ്രതീകാത്മകമായി സപ്ലൈകോ, കോർപ്പറേറ്റുകൾ എന്നിവരെ പ്രതിനിധീകരിച്ച് കഴുത്തിൽ ബാനറുമായി എത്തിയ പ്രവർത്തകരെ കറുത്ത ഷാൾ അണിയിച്ച് പ്രതിഷേധിച്ചു. ദേശീയ കർഷക സമാജം പ്രസിഡന്റ് മുതലാംതോട് മണി അധ്യക്ഷത വഹിച്ചു. ടൗൺ ബസ് സ്റ്റാൻഡ് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ച് സപ്ലൈകോ ഓഫീസിനു മുന്നിൽ സമാപിച്ചു. 100 കണക്കിന് കർഷകർ പങ്കെടുത്തു. സംഘടനാ ജനറൽ സെക്രട്ടറി വി രവീന്ദ്രൻ, കുഴൽമന്ദം കർഷക കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ MC മുരളീധരൻ, IC ബോസ്, സജീഷ് കുത്തനൂർ, PR കരുണാകരൻ, തൃശൂർ കോൾ സംഘം പ്രതിനിധി T രാജേന്ദ്രൻ, മറ്റ് കർഷക നേതാക്കളായ അഡ്വക്കേറ്റ് ശിവശങ്കരൻ, അതിരഥൻ, S സുരേഷ്, ഓനൂർ പള്ളം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇടതുപക്ഷം കർഷകരിൽ നിന്ന് ഏറെ അകന്നുകഴിഞ്ഞെന്ന് കർഷകനും നടനുമായ കൃഷ്ണപ്രസാദ്. കേരളത്തിലെ ഇടതു സർക്കാർ കർഷകരെ നിരന്തരം ദ്രോഹിക്കുകയാണെന്നും കൃഷ്ണപ്രസാദ് കുറ്റപ്പെടുത്തി. പാലക്കാട്ട് കർഷക സംരക്ഷണ സമിതിയുടെ റിലേ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സത്യാഗ്രഹ സമരത്തിന് മുന്നോടിയായി കർഷകർ കാളവണ്ടി ട്രാക്ടർ റാലിയും സംഘടിപ്പിച്ചു. പണ്ടുകാലത്ത് ഇടതുപക്ഷ സർക്കാരുകൾ കർഷക ക്ഷേമമാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ സർക്കാർ കർഷകദ്രോഹമാണ് നടപ്പിലാക്കുന്നതെന്നും സമരം ഉദ്ഘാടനം ചെയ്ത കൃഷ്ണപ്രസാദ് പറഞ്ഞു. കഴിഞ്ഞ 3-4 വർഷത്തിനിടെ സംഭരണ വിലയിൽ സർക്കാർ 3.5 രൂപയോളം കുറവ് വരുത്തിയെന്നും കൃഷ്ണപ്രസാദ് ചൂണ്ടിക്കാട്ടി. ലോകം സാമ്പത്തിക ഞെരുക്കത്തിൽ അമർന്ന കാലത്ത് ഇന്ത്യ പിടിച്ചു നിന്നത് കാർഷിക മേഖലയുടെ ഭദ്രത കൊണ്ടാണ്. ഇന്ന് കർഷകരെ സംരക്ഷിക്കേണ്ട സർക്കാർ തന്നെ കർഷകനെ കടക്കെണിയിലാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒരു സീസണിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞൊരു 3-4 മാസം ഇപ്പോൾ
ഞങ്ങൾ അടുത്തൊരു പണിയും കൂടെ തുടങ്ങിയിരിക്കുകയാണ്. കർഷകരെ സംബന്ധിച്ചോളം നെൽകർഷകരാവട്ടെ, നാളികേര കർഷകരാവട്ടെ, ഇവർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള നിലവൊരുക്കലാവട്ടെ, അത് കഴിഞ്ഞ് അത് വളർത്തിയെടുക്കുന്നതാവട്ടെ, അതിൻ്റെ കൊയ്ത്താവട്ടെ, അതിൻ്റെ വിളവെടുപ്പാവട്ടെ, ഇതൊക്കെ ഒരു 6 മാസത്തെ പ്രോസസ്സാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു പണിയും കൂടെ തുടങ്ങി. 2 വർഷമായി ഇതിൻ്റെ വില കിട്ടുവാൻ അടുത്തൊരു സമര പദ്ധതികളുമായി ബാങ്കുകളും സപ്ലൈകോയുമായി കയറിയിറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ട് എത്തിക്കുന്ന അടുത്തൊരു പണിയും കൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ കേരള ഗവൺമെൻറ്. സത്യം പറഞ്ഞാൽ പാലക്കാട്ടെ കർഷകരായ നിങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ അപ്പർ കുട്ടനാട് ഒരു കർഷകനാണ്. വേദനയുണ്ട് നിങ്ങളെ. ഞാൻ കഴിഞ്ഞ ആഴ്ച മുഴുവൻ കന്യാകുമാരിയിലായിരുന്നു ഷൂട്ടിങ്. അവരുടെ ഒരു ഭാഗ്യം, എന്തായാലും സർക്കാരിൻ്റെ സഹായം കിട്ടുന്ന ഒരു സംസ്ഥാനത്തേക്ക് അവർക്ക് പോകാൻ സാധിച്ചതുകൊണ്ട് അവരിന്ന് നല്ല രീതിയിൽ കൃഷി ചെയ്ത് സമരം ചെയ്യാതെ അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളാകുവാൻ കന്യാകുമാരിക്കാർക്ക് പറ്റുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, നിങ്ങളെപ്പോലെയുള്ള ഹതഭാഗ്യരായ പാലക്കാട്ടെ കർഷകർ കേരളത്തോടൊപ്പം നിന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഇപ്പോൾ കരിദിനത്തിൽ ഇവിടെ നിന്ന് നമുക്ക് സമരം ചെയ്യേണ്ടി വന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് സി വിജയൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ചിദംബരൻകുട്ടി, ജനറൽ സെക്രട്ടറി സി പ്രഭാകരൻ, ലാഡർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ, ട്രഷറർ ടി സഹദേവൻ, രാമദാസ്, കെ വി രാമചന്ദ്രൻ, രാധാകൃഷ്ണൻ, റജീന, കൽപ്പനാദേവി, ബാബ രമേഷ്, സോണിച്ചൻ ആലപ്പുഴ, എം വി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് ലോക് ജനശക്തി പാർട്ടി പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കർഷക സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പാണ്ടിയോട് പ്രഭാകരൻ സമരം ഉദ്ഘാടനം ചെയ്തു. പട്ടിണിയിലായ കർഷകരെ സഹായിക്കുന്നതിനു പകരം കർഷകദ്രോഹമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത പാണ്ടിയോട് പ്രഭാകരൻ കുറ്റപ്പെടുത്തി. കർഷകരെ സംരക്ഷിക്കാൻ പ്രത്യേക കാർഷിക പാക്കേജ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് ലോക് ജനശക്തി പാർട്ടി കലം കമിഴ്ത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത്. കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കിയ സഹകരണ ബാങ്കുകൾ നെല്ല് സംഭരിക്കണമെന്ന് ഉത്തരവ്. അങ്ങനെ ഒരു 3 വിളവ് സഹകരണ ബാങ്കുകൾ നെല്ലെടുത്തു. ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പിന്നെ ബാങ്കിൽ പാലക്കാട് ജില്ലയിലെ 5 ബാങ്കുകൾ പ്രസിഡന്റുമാർ, ഞാൻ പേരൊന്നും പറയുക നിങ്ങൾക്കറിയാം, അവർ ഹൈക്കോടതി വീണ്ടും കൊടുത്തു. ഞങ്ങൾക്ക് നെല്ല് സംഭരണത്തിൽ ഞങ്ങൾ സൊസൈറ്റികളെ ഒഴിവാക്കണം, ഞങ്ങൾക്ക് വലിയ നഷ്ടമാണെന്ന് പറഞ്ഞു. ഒടുവിൽ ഞങ്ങൾ കൗണ്ടർ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2005 മുതൽ നെല്ല് സംഭരണം ഇവിടെ ആരംഭിച്ചത്. LJP-R ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പ്രജീഷ് പ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി EP ഗംഗാധരൻ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂരിൽ പുലിയെ കണ്ടതായി യാത്രക്കാരൻ. കഴിഞ്ഞ ദിവസം രാത്രി മണ്ണൂർ കോഴിച്ചുണ്ട റോഡിൽ കനാൽ പാലത്തിനു സമീപമാണ് പുലിയെ കണ്ടതായി പറയുന്നത്. പ്രദേശം ജനവാസ മേഖല കൂടിയായതിനാൽ പരിഭ്രാന്തിയിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം രാത്രി 11:30യോടെയാണ് ഇതുവഴി പോയ യാത്രക്കാരൻ പുലിയെ കണ്ടത്. പുലിയെ കണ്ട വിവരം ആദ്യം കോഴിച്ചുണ്ടയിലെ വീട്ടുകാരോട് പറയുകയായിരുന്നു. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പർ VM അൻവർ സാദിഖും സംഭവസ്ഥലത്തെത്തി. പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടായെന്ന വിവരം പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുകയാണെന്നും നിരവധി വീടുകളും സ്കൂളുകളുമുള്ള പ്രദേശത്തെ ജനങ്ങളുടെ ഭീതി അകറ്റാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് നടപടി സ്വീകരിക്കണമെന്നും വാർഡംഗം അൻവർ സാദിഖ് പറഞ്ഞു. ജനങ്ങൾ പലരും പരിഭ്രാന്തിയിലാണ്. ഫോറസ്റ്റുകാരുമായി ബന്ധപ്പെട്ടിരുന്നു. മറ്റു പല ആളുകളുടെ സ്വകാര്യ സ്ഥലത്തും വന്യമൃഗങ്ങളുടെ കാൽപാദങ്ങൾ കാണുമ്പോൾ ആ കാൽപാദങ്ങളൊക്കെ എടുത്ത് ഫോറസ്റ്റുകാർക്ക് അയച്ചു കൊടുത്തപ്പോൾ മുള്ളംപന്നിയാണെന്നാണ് ഫോറസ്റ്റുകാർ പറഞ്ഞത്. എന്നാലും മിനിഞ്ഞാന്ന് രാത്രി 11 മണിയോടുകൂടി നിയാസ് എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടിയെ ക്രോസ് ചെയ്ത് പുലിയെ കണ്ടു എന്നാണ് അദ്ദേഹം തർപ്പിച്ചു പറയുന്നത്. എനിക്ക് തെറ്റിയിട്ടില്ല, അത് പുലി തന്നെയാണ് എന്ന് അദ്ദേഹം തർപ്പിച്ചു പറയുമ്പോൾ നമ്മൾക്കത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ജീവൻ സംരക്ഷിക്കുന്നവരുടെ ജീവനെടുക്കുന്ന ക്രൂരത അവസാനിപ്പിച്ചില്ലെങ്കിൽ രാജ്യത്തെ ആരോഗ്യ സേവന മേഖല സ്തംഭിക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഡോക്ടർ CK ചന്ദ്രശേഖരൻ. ഡോക്ടർമാരുൾപ്പെടെ ആരോഗ്യ പ്രവർത്തകർക്കു നേരെയുള്ള ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ IMA നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാകൃതമായ രീതിയിലാണ് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഡോക്ടർ CK ചന്ദ്രശേഖരൻ പറഞ്ഞു.
കൊലപാതകം നടത്തിയവർക്ക് തെളിവ് നശിപ്പിക്കാൻ വരെ ഭരണ സംവിധാനങ്ങൾ കൂട്ടുനിൽക്കുകയാണ്. ശക്തമായ നടപടിയുണ്ടാകാത്തതാണ് ആക്രമണങ്ങൾക്ക് പ്രചോദനമാകുന്നത്. തെരുവിലിറങ്ങാൻ ആഗ്രഹിക്കാത്ത ഡോക്ടർമാർക്ക് തെരുവിലിറങ്ങേണ്ടി വന്നത് നീതി തേടിയാണെന്നും IMA മുൻ പ്രസിഡന്റ് പറഞ്ഞു. നടത്തിയ കൊലയിൽ അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അധികൃതർ അവരുടെ എല്ലാം സഹായമുണ്ട്, ഒത്താശയുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കോടതി ഇടപെട്ടു, CBI അന്വേഷിച്ചു, പ്രിൻസിപ്പാളെ ആദ്യം ലീവെടുക്കാൻ പറഞ്ഞു, അറസ്റ്റ് ചെയ്തു. ഇവരെ ഹീനകൃത്യം ചെയ്ത ശേഷം എല്ലാ എവിഡൻസും വായിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ടോയ്ലറ്റും അതെല്ലാം നശിപ്പിച്ചു. അതിനുശേഷം അവിടെ ഓഗസ്റ്റ് 15 നമ്മൾ നാട്ടുകാരെല്ലാം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ അവിടെ സമരം ചെയ്ത ഈ ഡോക്ടർമാരെ, അതേമാതിരി തന്നെ അവിടുത്തെ സ്റ്റുഡൻസിനെ ഹൂളിഗാൻസ് വന്നിട്ട് ആക്രമിക്കുക, ആശുപത്രി അടിച്ചു നടത്തുക, എവിഡൻസ് ഇല്ലാതാക്കുക. ധർണയ്ക്ക് മുന്നോടിയായി ജില്ലാ ആശുപത്രിയിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിലും ധർണയിലും വിവിധ മെഡിക്കൽ അസോസിയേഷനുകൾ പങ്കുചേർന്നു. ഡോക്ടർ C. അജിത്, ഡോക്ടർ സജീന്ദ്രൻ, പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ B. ശ്രീറാം, KGNA സംസ്ഥാന കമ്മിറ്റി അംഗം S. സുരേഷ്, ഡോക്ടർ വേലായുധൻ, ഡോക്ടർ P. മനോജ്, ഡോക്ടർ മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാലിന്യമുക്ത കേരളം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭാതല ശില്പശാല നടന്നു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇതൊരു തുടർ പ്രക്രിയയാണ്. അന്ന് മുതലേ നമ്മൾ മാലിന്യത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവ്വം നീങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത്തരമൊരു രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു. മാത്രമല്ല, നമ്മൾ നഗരസഭ കൗൺസിലർമാർ, ജനപ്രതിനിധി പൂർണ്ണമായിട്ടുള്ള പിന്തുണ, ഇതിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അയച്ച് നമ്മൾ പിന്തുണ നൽകിയ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടാനും അതിൽ നമ്മൾ എല്ലാവരും, അത് രാഷ്ട്രീയം നോക്കിയിട്ടില്ല, മിക്കവാറും എല്ലാ കൗൺസിലർമാരും ഈ കാര്യത്തിൽ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള സമീപനമാണ് നമ്മുടെ നഗരസഭയിൽ സ്വീകരിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന, P. ജിഷ, KM ലക്ഷ്മണൻ, നഗരസഭാ സെക്രട്ടറി PS രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. മാലിന്യ സംസ്കരണത്തിൽ നഗരസഭയുടെ പങ്ക് എന്ന വിഷയം കില അർബൻ ചെയർമാൻ പ്രൊഫസർ അജിത് കാളിയത്ത് അവതരിപ്പിച്ചു. മോഡൽ MCF വീഡിയോ പ്രകാശനം LSGD ജോയിന്റ് ഡയറക്ടർ MK ഉഷ നിർവഹിച്ചു. പാലക്കാട് ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ G. അരുൺ, KSW MP ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ KS ഷിൻഡോ എന്നിവർ ജീവനക്കാരെ ആദരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. എല്ലാത്തരം പകർച്ചവ്യാധികളും ആദ്യമെത്തുന്നത് നമ്മുടെ രാജ്യത്താണെന്നും രോഗങ്ങളെ നേരിടാൻ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും VK ശ്രീകണ്ഠൻ MP. 55 ലക്ഷം രൂപ ചെലവിൽ മങ്കര കുനിയമ്പാടത്ത് പുതുതായി നിർമ്മിക്കുന്ന ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ അസുഖങ്ങൾ, പുതിയ മാറാരോഗങ്ങൾ ആദ്യം വരുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ കേരളത്തിലാണ്. ഇന്ത്യയിൽ തന്നെയാണ് നമുക്കറിയാം കോവിഡ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് തൃശ്ശൂരിലാണ്. ചൈനയിൽ നിന്നും വന്ന വിദ്യാർത്ഥികൾക്ക് ആണ് ആദ്യമായിട്ട് കോവിഡ് ഉണ്ടായത്. ഇപ്പോൾ നിപ്പ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ, പുതിയ അസുഖങ്ങൾ പുതിയ രീതിയിൽ കേരളത്തിൽ കണ്ടുവരികയും അപ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ട ഒരു കാലമാണ്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് അധ്യക്ഷനായി. നിർമ്മിതി കേന്ദ്രം എഞ്ചിനീയർ M. ഗിരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മല്ലിക, പഞ്ചായത്ത് അംഗം KV രാമചന്ദ്രൻ, ഡോക്ടർ റോഷ്, സുചിത്ര, ഡോക്ടർ ദിവ്യ, സെക്രട്ടറി കൊച്ചുനാരായണി, നിഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ചലച്ചിത്ര സംവിധായകൻ മേജർ രവിക്കെതിരെ പോലീസ് കേസെടുത്തു. ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ച് 12 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിലാണ് കോടതി നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത്. വഞ്ചനാ കുറ്റത്തിനാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് എടുത്തിരിക്കുന്നത്. മേജർ രവിയുടെ തണ്ടർഫോഴ്സ് സ്ഥാപനത്തിന്റെ സഹ ഉടമകളും കേസിൽ പ്രതികളാണ്. തണ്ടർഫോഴ്സ് എന്ന സെക്യൂരിറ്റി സ്ഥാപനം ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിന് ആവശ്യമായ സെക്യൂരിറ്റികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തെന്ന പരാതിയിലാണ് കേസ്. പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടാകാത്തതിനെ തുടർന്ന് പരാതിക്കാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. പിന്നീട് കോടതി നിർദ്ദേശപ്രകാരമാണ് മേജർ രവിക്കെതിരെയും മറ്റും കേസെടുത്തിരിക്കുന്നത്.
ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്കൃത ഭാഷയെ ഇല്ലാതാക്കാൻ ബോധപൂർവമായ ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് BJP സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ഇ. കൃഷ്ണദാസ്. സംസ്കൃത ഭാഷയെയും സംസ്കൃത അധ്യാപകരെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് DDE ഓഫീസിന് മുന്നിൽ KSTF നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്കൃത ഭാഷയെ സംരക്ഷിക്കാൻ ഭാഷാസ്നേഹികളെ കൂടെ കൂട്ടി സമരം ചെയ്യേണ്ട സ്ഥിതിയാണെന്നും അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞു. ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറയുമ്പോഴും സംസ്കൃതം ഏറ്റവും പിന്നിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സംഗതികളൊക്കെ വായിച്ചു. നിങ്ങളുടെ സംഘടന ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. ജില്ലാ പ്രസിഡന്റ് CB രമ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി H. രമേശ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി CP സുരേഷ് ബാബു, VK രാജകൃഷ്ണൻ, ജയരാജ് കൊട്ടാരം, B. പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. SFI മുൻ നേതാവിനെ പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്തു. തൃശൂർ കേരളവർമ്മ കോളേജിലെ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയും SFI ജില്ലാ സെക്രട്ടേറിയറ്റ് മുൻ അംഗവുമായ സനീഷാണ് അറസ്റ്റിലായത്. കോളേജിലെ മുൻ വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ വെസ്റ്റ് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. SFI പ്രവർത്തകയായിരുന്ന പെൺകുട്ടിയെ പ്രണയം നടിച്ച് വഞ്ചിക്കുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയ പെൺകുട്ടി പ്രണയത്തിൽ നിന്ന് പിന്മാറി. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനെന്ന വ്യാജേന സംസാരിക്കാമെന്ന് പറഞ്ഞ് ക്ലാസ് മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി മുറി അടച്ചിട്ടായിരുന്നു പീഡനം. 2023 മെയ് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിനടിമയായ പെൺകുട്ടി പിന്നീടാണ് പോലീസിൽ പരാതി നൽകുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പരാതി ഉന്നയിക്കപ്പെട്ടതിന് പിന്നാലെ SFI സനീഷിനെ പുറത്താക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്തുടരുന്നത് തൊഴിലാളി വിരുദ്ധ നയങ്ങളാണെന്നാരോപിച്ച് INTUC പട്ടാമ്പി റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിൽ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. 100 കണക്കിന് തൊഴിലാളികളെ അണിനിരത്തി സംഘടിപ്പിച്ച പരിപാടി KPCC ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാൻ ഡോക്ടർ P. സാരിൻ ഉദ്ഘാടനം ചെയ്തു. നഷ്ടം വരികയും സമ്പൂർണ്ണമായി എതിർചേരിയിലേക്ക് മാറുകയൊക്കെ ചെയ്തു. അതൊരു പക്ഷേ അതൊരു തിരിച്ചറിവുണ്ടാക്കി പട്ടാമ്പിക്കാർക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ കൈമോശം വരാൻ പാടില്ല. ഉള്ള തൊഴിലാളികളെ സംരക്ഷിക്കണം. കോൺഗ്രസിന്റെ മേൽവിലാസത്തിൽ നിൽക്കുന്ന തൊഴിലാളികളെ, ട്രേഡ് യൂണിയൻ മേഖലയിലെ ചുമട്ട് തൊഴിലാളികൾ മുതൽ മറ്റ് തരത്തിലുള്ള തൊഴിലാളികൾ, സകല ആളുകൾക്കും ഒരു സുരക്ഷിതത്വം കൊടുക്കണമെന്നും ഇവിടെ അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കെൽപ്പുണ്ട് എന്നും കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ടെങ്കിലും വളരെ വൃത്തിയായിട്ട് INTUC നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആളുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. തൊഴിലാളി സംരക്ഷണ സദസ്സിൽ റീജിയണൽ പ്രസിഡന്റ് K. ബഷീർ അധ്യക്ഷനായി. പരിപാടിയിൽ വെച്ച് പുതുതായി നിയമിതനായ INTUC ജില്ലാ പ്രസിഡന്റ് FK അനന്തകൃഷ്ണന് സ്വീകരണവും നൽകി. നേതാക്കളായ PK ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് രാമദാസ്, K. രാധാകൃഷ്ണൻ, KR നാരായണസ്വാമി, AP രാമദാസൻ മാസ്റ്റർ, ET ഉമ്മർ, അബ്ദുള്ളക്കുട്ടി, നീലടി സുധാകരൻ, ജിതേഷ് മോഴിക്കുന്നം, AK അക്ബർ, മുരളീധരൻ, നാരായണൻ, ഹനീഫ, മാനു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വയനാട് ദുരന്തത്തിന്റെ പേരിൽ ജീവനക്കാരുടെ വേതനം നിർബന്ധിതമായി പിടിച്ചുവാങ്ങാൻ സർക്കാർ മുതിർന്നാൽ കോടതിയെ സമീപിക്കുമെന്ന് BMS പാലക്കാട് ജില്ലാ സെക്രട്ടറി K. രാജേഷ്. അധ്യാപക സംരക്ഷണം ആവശ്യപ്പെട്ട് പാലക്കാട് DDE ഓഫീസിന് മുന്നിൽ NTU നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു K. രാജേഷ്. വയനാട് ദുരന്തമെന്നല്ല, ഏത് ദുരന്തത്തിലും ആശ്വാസമേകാൻ ജീവനക്കാർ മുൻപന്തിയിലുണ്ടാവണം. എന്നാൽ സർക്കാർ ക്ഷണിച്ചു വരുത്തിയ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നിർബന്ധിത പിരിവിനെ എതിർക്കണമെന്നും K. രാജേഷ് പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ പേരിലുള്ള നിർബന്ധിത പിരിവ് ഒഴിവാക്കുക, DA കുടിശ്ശിക അനുവദിക്കുക, അധ്യാപക സംരക്ഷണം ഉറപ്പുവരുത്തുക, ശമ്പള കമ്മീഷനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിനെ കുത്തഴിച്ചു വിടുമ്പോ അധ്യാപകർക്ക് നിസ്സഹരായി നോക്കി നിൽക്കാവുന്ന ഒരു രീതി കൊണ്ടുവരുമ്പോ ഒരു സമൂഹം, ഒരു യുവതലമുറ നമുക്ക് നഷ്ടപ്പെടുന്നു. അതിലെല്ലാം ഉപരി ജോലിയിൽ ഇരുന്ന അധ്യാപകർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചല്ല. ഇന്ന് ഏറ്റവും വളരെ നേരത്തെ ഞാൻ പറഞ്ഞതുമാതിരി നമ്മളുടെ പ്രധാന അധ്യാപകം വരെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരെത്ര കണ്ട് പിരിമുറുക്കം ജോലിയിൽ അനുഭവിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ഇന്ന് വിതരണം, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് ഇന്ന് കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ടോ? കമ്മിയല്ലേ? സെൻട്രൽ ഗവൺമെന്റോ കൃത്യമായി വരുന്നുണ്ട് അല്ലേ? പിഞ്ചു മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് കൃഷിക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ് പണം ചെലവാക്കേണ്ടത്. അവിടെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് പോലും വിതരണം ചെയ്യാൻ പറ്റാത്ത ഒരു ഗവൺമെന്റായി കേരള ഗവൺമെന്റ് മാറി. ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു.
രാജീവ് കേരളശ്ശേരി, ഡോക്ടർ സംഗീത് രവീന്ദ്രൻ, റോസ് ചന്ദ്രൻ, മുരളി കേനത്ത്, നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം നഗരസഭയിലും വാണിയംകുളം പഞ്ചായത്തിലും കർഷക ദിനം വിപുലമായി ആചരിച്ചു. വാണിയംകുളം കൃഷിഭവനിൽ നടന്ന കർഷക ദിനാചരണ പരിപാടികൾ പി മമ്മിക്കുട്ടി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു. സന്തോഷകരമായ ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് കർഷക ദിനമായി ആചരിക്കുന്നതാണ്. പേര് ആ പേര് പഴയകാലത്ത് നാണയങ്ങൾ പെയ്ത മഴയും ശീതവും പരിവർത്തനമായി കഴിയുന്ന പരിവർത്തന സന്ദർഭമാണ്. അതുകൊണ്ടാണ് ഞാൻ പേര് കാരണന്മാര് ഈ കർഷകർക്ക് അവസരം തന്നെ വെച്ചിരുന്നു. ശാസ്ത്രീയമായി തന്നെ കാരണന്മാര് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ശാസ്ത്രീയവശങ്ങളുണ്ട്. ചടങ്ങിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സി അബ്ദുൽ ഖാദർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീലത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സി സൂരജ്, വി പി സിന്ധു, പി ഹരിദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കനകരാജൻ, കൃഷി ഓഫീസർ സി സായി പാർവതി, കെ ഭാസ്കരൻ, ടി പി ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു. ഒറ്റപ്പാലത്ത് നഗരസഭാ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം നടന്നു. കെ പ്രേംകുമാർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. കാർഷിക രംഗം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകേണ്ട ഒന്നാണ്. ഇന്ത്യ ഇന്നും ഒരു കാർഷിക രാജ്യം. ഈ കാർഷിക രാജ്യത്തിൽ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാനാകാത്ത ഒന്നാണ് കൃഷി. മനുഷ്യനുള്ളിടത്തോളം കാലം നമുക്ക് സ്വാഭാവികമായും ജീവിക്കുന്നതിന്റെ ഭാഗമായി, ജീവൻ നിലനിർത്തുന്നതിന്റെ ഭാഗമായി ആഹാരം കഴിക്കേണ്ടതുണ്ട്. ചടങ്ങിൽ കർഷകരെ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ കെ രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുനീറ മുജീബ്, കെ അബ്ദുൽ നാസർ, ഫൗസിയ ഹനീഫ, ടി ലത, പി മായ, കൃഷി ഓഫീസർ ഷഫ്ന തെറക്കൽ, കെ പി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക ദിനാചരണം മുഹമ്മദ് മുഹസിൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ കർഷകരെ ആദരിക്കലും അവാർഡ് വിതരണവും നടന്നു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചിങ്ങം 1 കർഷക ദിനാചരണം സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി മുഹമ്മദ് മുഹസിൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഒരു വിദ്യാർത്ഥി കർഷക ഉൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ട 13 കർഷകരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് എം.എൽ.എ. ആദരിച്ചു. ചിങ്ങം 1 എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു മാറ്റം എല്ലാവരുടെ ജീവിതത്തിലും പ്രത്യക്ഷമായി. ഇന്ന് കാർഷിക അടിസ്ഥാനത്തിലുള്ള ജീവിതം അല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നു. മാത്രമല്ല കാലാവസ്ഥയിലും മാറ്റങ്ങൾ വന്നു. കർക്കിടകത്തിലാണെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു. വർദ്ധിയുടെ കാലഘട്ടം എന്ന് പറയുന്ന തരത്തിൽ നിന്ന് ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. എങ്കിലും കർഷകരെ സംബന്ധിച്ചിടത്തോളം, മണ്ണിൽ പണിയെടുക്കുന്ന കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കർക്കിടകം എന്ന് പറഞ്ഞാൽ ആ പഴയ അതുപോലെ തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ടി പി രജീഷ്, പ്രിയ പ്രശാന്ത്, പി പ്രസന്ന, ജലജ ശശികുമാർ, വി സെയ്തലവി, കെ അശോകൻ, ഉണ്ണികൃഷ്ണൻ, കൃഷി ഓഫീസർ പി കെ മനീഷ, SBI ബാങ്ക് മാനേജർ അജിൽ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, കർഷകർ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ പഞ്ചായത്തിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് 32 കർഷകരെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച കർഷക ദിനാചരണം ഒറ്റപ്പാലം എം.എൽ.എ. കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. കൃഷിയെ ഓർക്കുകയും കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ പുതുക്കുകയും ചെയ്യുന്ന ഒരു ദിനം കൂടിയാണ് ചിങ്ങം 1. എന്നാൽ ചിങ്ങം 1 മാത്രം നാം ചിന്തിക്കേണ്ട ഒന്നല്ല കാർഷിക രംഗത്തെ സംബന്ധിച്ചിട്ടുള്ള ഓർമ്മ എന്നത്. നമുക്കറിയാം, കാലം എത്ര മാറിയാലും, ലോകം എത്ര നിലയിൽ പുരോഗമിച്ചാലും നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണ് കൃഷി എന്ന് നാം തിരിച്ചറിയണം. മനുഷ്യനുള്ളിടത്തോളം കാലം അവർക്ക് ജീവൻ നിലനിർത്താനും സമൂഹം എന്ന നിലയിൽ മുന്നോട്ട് പോകാനും ഭക്ഷണം അനിവാര്യമാണ്.
ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് പ്രമോദ് കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കാർഷിക രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച 32 കർഷകരെയാണ് ആദരിച്ചത്. അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ റാണി ടി ജി പദ്ധതികൾ വിശദീകരിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി മുഹമ്മദ് കാസിം, സീനത്ത്, ബിന്ദു, പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൃഷി അസിസ്റ്റന്റ് അഞ്ജിത നന്ദി പറഞ്ഞു. കർഷക ദിനത്തോടനുബന്ധിച്ച് കർഷകർക്ക് കാർഷിക യന്ത്രങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയുടെ ഫ്രീ രജിസ്ട്രേഷനും കുടുംബശ്രീ പ്രവർത്തകരുടെ സ്റ്റാളുകൾ ഉൾപ്പെട്ട വിപണനമേളയുമുണ്ടായിരുന്നു. കർഷക ദിനത്തോടനുബന്ധിച്ച് സ്വാഗത സംഘം വിഭവസമൃദ്ധമായ സദ്യയുമൊരുക്കി. കാർഷിക ക്ഷേമ വകുപ്പിന്റെ അമ്പലപ്പാറ ഇക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, അമ്പലപ്പാറ. മണ്ണൂർ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ കർഷക ദിനം ആചരിച്ചു. കർഷക ദിനാചരണ പരിപാടികൾ അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. ചിങ്ങം എന്ന് പറയുന്നത് ഓണത്തിന്റെയും ഒക്കെ വരവേൽപ്പ് നടത്തുന്ന ഒരു ദിവസമായിട്ടാണ് ചിങ്ങം ഒന്നിന് നമ്മൾ മലയാളികൾ സ്വീകരിക്കാറുള്ളത്, കാണുന്നത്. ഈ വർഷം വ്യാപകമായ ആഘോഷങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന കർഷകരെ ആദരിക്കലും ഈ കർഷക ദിനത്തിന്റെ സന്ദേശം എല്ലാവരിലും എത്തിക്കാനും പഞ്ചായത്തും കൃഷിഭവനും നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷയായി. ചടങ്ങിൽ പ്രദേശത്തെ കർഷകരെ MLAയും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് ഉപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ PC സുമ, AK ജയശ്രീ, VM അൻവർ സാദിഖ്, ഷഫീന നജീബ്, VC പ്രീത, PU റജുല, B സരിത, സുനിത തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച ജൈവ കർഷകൻ ശങ്കരനാരായണൻ, മുതിർന്ന കർഷകൻ ഭാസ്കരൻ, മികച്ച കർഷക തൊഴിലാളി ചിന്നൻ, വനിതാ കർഷക സൈനബ, മികച്ച SC കർഷകൻ രാജഗോപാലൻ, മികച്ച വിദ്യാർത്ഥി കർഷകൻ മാസ്റ്റർ ബിലാൽ അഹമ്മദ്, കുണ്ടുകാവ് പാടശേഖരത്തെയും വിജയരാഘവൻ, രാധാദേവി, രജനി അശോകൻ എന്നിവരെയും SSLC+2 വിദ്യാർത്ഥികളായ നയന, ആര്യ എന്നിവരെയും ആദരിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ 1 ലക്ഷം രൂപ ഭരണസമിതി അംഗങ്ങൾ ചേർന്ന് MLAക്ക് കൈമാറി. കൃഷി ഓഫീസർ അനില പീച്ചർ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ഷീബ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും മുതിർന്ന കർഷകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. കർഷക ദിനാചരണ പരിപാടികൾ കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം അത് നമ്മുടെ കാർഷിക മേഖലയെ തന്നെയാണ് കൂടുതൽ ബാധിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. നേരത്തെ പറഞ്ഞപ്പോൾ വേണ്ടത്ര മനസ്സിലാക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം. ചെറുതുരുത്തി കുടുംബശ്രീ ജില്ലാ പരിശീലന കേന്ദ്രമായ ഷീ ലോഡ്ജിൽ നടന്ന കർഷക ദിനാചരണ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. പഴയന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജോൺ തോറാട്ടിൽ പദ്ധതി വിശദീകരണം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ P സാബിറ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MV സുജിത, PM നൌഫൽ, ചെറുതുരുത്തി സഹകരണ ബാങ്ക് പ്രസിഡന്റ് KA ഷെരീഫുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KR ഗിരീഷ്, M ബിന്ദു, PA യൂസഫ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി NM ഷെരീഫ്, കർഷക വികസന സമിതി അംഗം MU മൊയ്തീൻകുട്ടി, C സൈനുദ്ദീൻ ചേരുംകുഴിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക ദിനാചരണ പരിപാടിയിൽ വെച്ച് വിദ്യാർത്ഥി കർഷകരടക്കം 11ഓളം കർഷകരെ കെ രാധാകൃഷ്ണൻ MP പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് നൽകുന്ന 5 ലക്ഷം രൂപയും ചെറുതുരുത്തി സഹകരണ ബാങ്ക് നൽകുന്ന 2 ലക്ഷം രൂപയും ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ശേഖരിച്ച 36,222 രൂപയും ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ ശേഖരിച്ച 34,922 രൂപയും കെ രാധാകൃഷ്ണൻ MPക്ക് കൈമാറി. കൃഷി ഓഫീസർ V അഞ്ജലി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ P ഓമനക്കുട്ടി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
പറളി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടന്നു. കർഷക ദിനാചരണ പരിപാടികൾ അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 18ഓളം പാടശേഖരങ്ങളിലെ മികച്ച കർഷകരെ ആദരിച്ചു. പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേണുകാദേവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷഫ്ദർ ഷെരീഫ് കർഷകരെ ആദരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജനപ്രതിനിധികൾ, വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ, കർഷകർ തുടങ്ങിയവർ സംസാരിച്ചു. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂൾ ഹരിതം ക്ലബിന്റെയും സ്കൗട്ട് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ പ്രദേശത്തെ മികച്ച കർഷകരെ ആദരിച്ചു. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ K അശോകനെയാണ് കർഷക ദിനത്തിൽ ആദരിച്ചത്. കൃഷിയുടെ മഹത്വവും പ്രാധാന്യവും കുട്ടികളിലും സമൂഹത്തിലും എത്തിക്കുക, കർഷകർ ആദരിക്കപ്പെടേണ്ടവരാണ് എന്ന സന്ദേശം വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, പ്രധാനാധ്യാപകൻ ശാന്തിലാൽ, MPTA പ്രസിഡന്റ് സുമാ രഞ്ജിത്ത്, SSG വൈസ് ചെയർമാൻ MK ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളായ ബാലൻ, മണികണ്ഠൻ, സ്കൗട്ട് മാസ്റ്റർ K മുഹമ്മദ് ഷിയാസ്, ദിനൂബ്, A രമ്യ, രശ്മി, ദിവ്യ, KM പരമേശ്വരൻ, T ആനന്ദകൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഖേലോ ഇന്ത്യ ടാലന്റ് സെലക്ഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും പറളി സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പ് പഞ്ചായത്ത് അംഗം K പ്രീത ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ക്യാമ്പിൽ പ്രവേശനം. പരിപാടിയിൽ പറളി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ P രേണുക അധ്യക്ഷയായി. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പരിശീലകൻ ശിവാനന്ദൻ ആമുഖ പ്രഭാഷണം നടത്തി. മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കായികാധ്യാപകൻ NS സിജിൻ, പറളി സ്കൂൾ മാനേജർ C ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാസ് ലെവലാണ് നമുക്കറിയില്ല ആരാണ് നാളത്തെ നീരജ് ചോപ്രയും P സിന്ധു അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. ആ താരങ്ങൾ കണ്ടെത്താനാണ് ഈ സായും അതുപോലെ ഖേലോ കൂടി നിക്ഷേപമുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഇപ്പം ഇതിന്റെ ടാർഗറ്റ് 20 ലക്ഷം കുട്ടികളിലേക്ക് എത്താനാണ്. 20 ലക്ഷം കുട്ടികളിൽ നിന്ന് 1 ലക്ഷം കുട്ടികൾ കണ്ടെത്താനാണ് ഈ കീർത്തിയുടെ പദ്ധതി. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഖേലോ ഇന്ത്യയില് 20 സ്പോർട്സ് ഇവന്റ് ആണ് ഉള്ളത്. 20 സ്പോർട്സ്. അതിന് ആദ്യ ഘട്ടത്തില് 10 സ്പോർട്സ് ആണ് നമ്മൾ സെലക്ഷൻ വെക്കുന്നത്. പറളി സ്കൂൾ കായികാധ്യാപകൻ PG മനോജ് സ്വാഗതവും പ്രധാന അധ്യാപിക TV ജ്യോതി നന്ദിയും പറഞ്ഞു. ഖേലോ ഇന്ത്യ ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഏറ്റവും ഉയർന്ന തലം വരെയുള്ള വിദ്യാഭ്യാസവും താമസവും ഭക്ഷണവും കായിക പരിശീലനവും പൂർണ്ണമായും സർക്കാർ വഹിക്കുന്ന പദ്ധതിയാണിത്. ന്യൂസ് ബ്യൂറോ കോട്ടായി. വടനംകുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിലെ നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിൽ ഇറക്കിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സഹായത്തോടെയാണ് കൃഷി ഇറക്കിയത്. വടനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിലാണ് സ്കൂളിൽ പച്ചക്കറി കൃഷി ഇറക്കിയത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സഹകരണത്തോടു കൂടിയാണ് കൃഷി നടപ്പിലാക്കിയത്. വെണ്ട, വഴുതന, പച്ചമുളക്, ചീര തുടങ്ങിയവ കൃഷിയിടത്തിലുണ്ട്. പച്ചക്കറി കൃഷി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. നമ്മുടെ വാടനാകുറിശി ഹൈസ്കൂളിലെ നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അതിന് സഹായമായിട്ട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് വന്നിട്ടുള്ളത്. വളരെ മികച്ച രീതിയിൽ നമ്മുടെ പച്ചമുളക്, അതുപോലെ തന്നെ വെണ്ട, അതെ പച്ചമുളക്, വെണ്ട, വഴുതന, തക്കാളി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവർ കൃഷി ചെയ്തെടുത്തു. വാഴകൃഷിയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റവും നന്നായി കൃഷി ചെയ്ത് നല്ല വിളവെടുപ്പാണ്. ഏറ്റവും മികച്ച രീതിയിൽ നല്ല മുളകും മറ്റു കാര്യങ്ങളൊക്കെയാണ് ലഭ്യമായിട്ടുള്ളത്. PTA പ്രസിഡന്റ് K അശോകൻ, സ്കൂൾ HM ഗീത, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളായ PP വിജയൻ, TV ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDSF സഖ്യത്തിന് മിന്നും ജയം. 10 ജനറൽ സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളും നേടിയാണ് UDSF സഖ്യം വിജയിച്ചത്. ചെറുതുരുത്തി സ്കൂൾ ഇലക്ഷൻ UDSF സഖ്യം പിടിച്ചെടുത്തു. 10 ജനറൽ സീറ്റുകളിൽ 7 എണ്ണത്തിലും വിജയിച്ചാണ് UDSF മിന്നും വിജയം നേടിയത്. 3 സീറ്റുകളിൽ SFI സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. വർഷങ്ങൾക്കു ശേഷമാണ് UDSF ചെറുതുരുത്തി സ്കൂളിൽ യൂണിയൻ പിടിച്ചെടുക്കുന്നത്. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ചെറുതുരുത്തി CI അനന്തകൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ നിഖിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തതിനാൽ വലിയ സംഘർഷം ഒഴിവാക്കാനായി. തിരഞ്ഞെടുപ്പിനു ശേഷം UDSF വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രകടനവും നടന്നു.
ചെറുതുരുത്തി വല്ലം ചുങ്കം സെന്ററിൽ പ്രകടനത്തിന് സമാപനമായി. വിദ്യാർത്ഥി പ്രകടനം വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം അധ്യക്ഷനായി. തിരഞ്ഞെടുപ്പിൽ സ്കൂൾ ചെയർമാനായി സഫാന, വൈസ് ചെയർമാനായി മിഷാൽ, ജനറൽ സെക്രട്ടറിയായി സോദിഖ്, ജോയിന്റ് ജനറൽ സെക്രട്ടറിയായി ആർദ്ര, കലാവേദി ജോയിന്റ് സെക്രട്ടറിയായി റാബിയ, കായികവേദി ജോയിന്റ് സെക്രട്ടറിയായി ഷിഫ്ന, സാഹിത്യവേദി സെക്രട്ടറിയായി ഷാജഹാൻ, സാഹിത്യവേദി ജോയിന്റ് സെക്രട്ടറിയായി ഷഹല, കായികവേദി സെക്രട്ടറിയായി അഖില, കലാവേദി സെക്രട്ടറിയായി ഷിഫാന എന്നിവരെ തിരഞ്ഞെടുത്തു. UDF നേതാക്കന്മാരായ OU ബഷീർ, അഫ്സൽ, അർഷാദ്, തമ്പിമണി തുടങ്ങിയവർ നേതൃത്വം നൽകി. മധുര പ്രതികാരമായിട്ടാണ് ഈ വിജയത്തെ ആഘോഷിക്കുന്നത്. ഇതുപോലെ കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെമ്പാടും നടന്ന വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചെറുതുരുത്തിയിലും നടന്ന വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് SFIന്റെയും CPMന്റെയും അക്രമികൾ ചെറുതുരുത്തി വിദ്യാലയത്തിൽ വന്ന് അഴിഞ്ഞാടുകയുണ്ടായി. അതിനെതിരെ ഈ തവണ വളരെ വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കുവാൻ നേതൃത്വം നടത്തിയ നമ്മുടെ ഈ പഞ്ചായത്തിൽ മുഴുവൻ UDFന്റെ പ്രവർത്തകർക്കും ഈ വേളയിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ വിജയിച്ച വിദ്യാർത്ഥിനികൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. വിശപ്പില്ല കവളപ്പാറ കർമ്മ പദ്ധതിയുമായി കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ഷൊർണൂർ കവളപ്പാറ യൂണിറ്റ് സ്വാതന്ത്ര്യദിനത്തിൽ 5 നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വീടുകളിലെത്തിച്ചാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. സീനിയർ സിറ്റിസൺസ് ഫോറം മുനിസിപ്പൽ സെക്രട്ടറി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കവളപ്പാറ യൂണിറ്റ് ഭാരവാഹികളായ N കൃഷ്ണൻ, KP രാജവത്സലൻ, KP വിജയകുമാർ, K തെയ്യുണ്ണി, K വേണു, PP മുരളി, C രാധാകൃഷ്ണൻ, U രാമനുണ്ണി, R ഗോപി, K ശ്രീധരൻ, ക്ഷമാദേവി, രാജി ടീച്ചർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സമൃദ്ധിയുടെ ഉത്സവകാലത്തിന് തുടക്കമിട്ട് പൊൻചിങ്ങപ്പിറവി. മലയാളി ഉണർന്നത് പുതുവർഷ പുലരിയിലേക്ക്. മലയാള മാസ കലണ്ടറിൽ ഇത് പുതിയ നൂറ്റാണ്ടിന്റെ ആരംഭം. ചിങ്ങം 1 കർഷക ദിനമായി ആചരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ കർഷകർക്ക് ആദരം. ഇനി ഓണത്തിനായുള്ള ഒരുക്കത്തിന്റെ നാളുകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ കർഷക ദിനം വഞ്ചനാ ദിനമായി ആചരിച്ച വിവിധ കർഷക സംഘടനകൾ. പാലക്കാട് സപ്ലൈകോ ആസ്ഥാനത്തേക്ക് ദേശീയ കർഷക സമാജത്തിന്റെ പ്രതിഷേധ മാർച്ച്. കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണം ഇന്നും പാലക്കാടിന് അന്യമെന്ന് VK ശ്രീകണ്ഠൻ MP. കർഷകരുടെ പ്രശ്നം കേൾക്കാത്ത ജനപ്രതിനിധികളുമായി സഹകരിക്കില്ലെന്ന് കർഷകർ ഒറ്റക്കെട്ടായി തീരുമാനിക്കണമെന്നും MP. ഇടതുപക്ഷം കർഷകരിൽ നിന്ന് ഏറെ അകന്നുകഴിഞ്ഞെന്ന് നടൻ കൃഷ്ണപ്രസാദ്. കർഷക സംരക്ഷണ സമിതിയുടെ റിലേ സത്യാഗ്രഹ സമരം തുടങ്ങി. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 മരണം. എരുമപ്പെട്ടി വെള്ളറക്കാട് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കൂനത്തറയിൽ വാഹനാപകടത്തിൽ തൃക്കടിരി കീഴൂർ സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. അപകടം ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച്. തൃശൂർ കാഞ്ഞാണിയിൽ ബൈക്കും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചലച്ചിത്ര സംവിധായകൻ മേജർ രവിക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത് ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ച് 12 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ. പോലീസ് കേസെടുത്തത് കോടതി നിർദ്ദേശപ്രകാരം. തൃശൂരിൽ പീഡനക്കേസിൽ SFI മുൻ നേതാവ് അറസ്റ്റിൽ. ജീവൻ സംരക്ഷിക്കുന്നവരുടെ ജീവനെടുക്കുന്ന ക്രൂരത അവസാനിപ്പിച്ചില്ലെങ്കിൽ രാജ്യത്തെ ആരോഗ്യ സേവന മേഖല സ്തംഭിക്കുമെന്ന് IMA മുൻ പ്രസിഡന്റ് ഡോക്ടർ CK ചന്ദ്രശേഖരൻ. പ്രാകൃതമായ രീതിയിലാണ് ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നതെന്നും ഡോക്ടർ ചന്ദ്രശേഖരൻ. ആരോഗ്യ പ്രവർത്തകർക്കു നേരെയുള്ള ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് പാലക്കാട്ട് കളക്ടറേറ്റിലേക്ക് IMA മാർച്ച്. സംസ്കൃത ഭാഷയെ ഇല്ലാതാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് BJP സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് E കൃഷ്ണദാസ്. സംസ്കൃത ഭാഷയെയും അധ്യാപകരെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ KSTF ധർണ. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി ദേശീയ അധ്യാപക യൂണിയനും. വയനാട് ദുരന്തത്തിന്റെ പേരിൽ ജീവനക്കാരുടെ വേതനം നിർബന്ധിതമായി പിടിച്ചുവാങ്ങാൻ സർക്കാർ മുതിർന്നാൽ കോടതിയെ സമീപിക്കുമെന്ന് നേതാക്കൾ. മണ്ണൂരിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. കോഴിച്ചുണ്ട റോഡിൽ കനാൽ പാലത്തിനു സമീപം കഴിഞ്ഞ രാത്രി പുലിയെ കണ്ടെന്ന് യാത്രക്കാരൻ. ജനവാസ മേഖലയിൽ പുലിയെ കണ്ടെന്ന വാർത്ത പ്രചരിച്ചതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.